കിളറില്ല തീപ്പന്തിലേക്ക് സ്വാഗതം. കിളറിലെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗൈസ് എന്ന് പറഞ്ഞ ആളുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയിരിക്കുകയാണ്. ഇല്ലാടല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് കട്ട് ചെയ്തു. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇപ്പം മൂപ്പർക്ക് സൈക്കിൾ അങ്ങോട്ട് വാങ്ങാം, സൈക്കിൾ അങ്ങോട്ട് മാത്രം റൂട്ടിൽ കൂടെ അങ്ങോട്ട് ഒട്ടി നടക്കാം. അല്ലാതെ 2 വീലറോ അല്ലെങ്കിൽ 4 വീലറോ ഒന്നും ഓട്ടാനേ പറ്റില്ല. ഇല്ലാടല്ലേ ലൈസൻസ് കട്ട് ചെയ്തിരിക്കണേ. അതുപോലെയാണ് ആ ലൈസൻസ് കട്ട് ചെയ്ത വീഡിയോ ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇല്ലാടല്ലേ അത് പോരാണ്ട് വീഡിയോകൾ ഒരു ഏകദേശം ഒരു 2-3 വീഡിയോസ്, 4-5 വീഡിയോസ്, ഏകദേശം 9 വീഡിയോസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ 9 വീഡിയോസ് യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. സഞ്ജു ടെക്കിയുടെ 9 വീഡിയോസ് നീക്കം ചെയ്തു പറഞ്ഞാൽ കളഞ്ഞു. മനസ്സിലായില്ലേ? 9 വീഡിയോസിലാണ് 9 വീഡിയോസ് കളഞ്ഞു. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നിയമലംഘനമായിട്ടുള്ള തോന്നിക്കുന്ന വീഡിയോസ് MVD റിമൂവ് ചെയ്തു ഇല്ലടല്ലേ. അപ്പോൾ അത് ന്യൂസ് ഞാൻ ചെറുതായിട്ടൊന്ന് വന്നിട്ട് വായിച്ചു തരാം. സഞ്ജു ടെക്കിയുടെ 9 വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തു. നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO യൂട്യൂബിന് കത്ത് നൽകിയിരുന്നു. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര ചെയ്തത് മാത്രമല്ല സഞ്ജു ടെക്കിക്ക് എതിരായ കണ്ടെത്തലുകൾ. സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ വിശദമായി പരിശോധിച്ചെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അപ്പോൾ ചില്ലറപ്പെട്ട കളിയല്ല ഇടല നമ്മുടെ RTO കളിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സഞ്ജുവിൻ്റെ യൂട്യൂബ് ചാനൽ ഫുള്ളായി നോക്കിയിട്ട് അതിൽ ഏതൊക്കെ വീഡിയോസാണ് നിയമലംഘനം, ഏതൊക്കെയാണ് നിയമലംഘനം അല്ലാത്തതെന്ന് നോക്കിയിട്ട് നിയമലംഘനം ഉള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂട്യൂബിന് ഒരു ഫീഡ്ബാക്ക് അങ്ങോട്ട് അയച്ചു. മനസ്സിലായി? അത് അവർ റെസ്പോൺസ് ചെയ്ത് അങ്ങനെ 9 വീഡിയോസ് റിമൂവ് ചെയ്തു. മനസ്സിലായില്ലേ? എനിക്ക് കിലയുടെ യൂട്യൂബിന് ഫീഡ്ബാക്ക് അയക്കുമ്പോൾ അപ്പോൾ നമ്മൾ നോർമലി അയക്കണതിന് വെച്ച് ബെറ്റർ ഇപ്പോൾ അവരൊരു എന്താ വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് ആണ് ഇല്ലാതെ. മനസ്സിലല്ലേ? അപ്പോൾ അവർ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും എന്താ സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു, വീഡിയോ റിമൂവ് ചെയ്തു. ഇപ്പോൾ ആ വീഡിയോസും റിമൂവ് ആയിരിക്കുകയാണ്. ലൈസൻസും പോയി, വീഡിയോയും പോയി. വൈകാതെ ചിലപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇല്ലാതെ മനസ്സിലായില്ല. എന്നുവെച്ചാൽ അതാണ് ഇല്ലാതെ ഇങ്ങനത്തെ ഒരു കഴപ്പതരങ്ങൾ ചെയ്ത് നമ്മളതൊക്കെ നേരിടേണ്ടി വരണം. ആ നേരിടാനുള്ള ഒരു മനസ്സ് വേണം നമുക്ക്. മനസ്സിലായില്ലേ? അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ നടക്കേണ്ടി വരും. ഇനിയിപ്പോൾ അതന്നെ ലൈസൻസ് ഇല്ലെങ്കിൽ ഇടയിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാനാണ്? ആളങ്ങോട്ട് ഒരു പവറിൽ അങ്ങോട്ട് ചെയ്താണ് ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. സഞ്ജുവിന് പറഞ്ഞു ഭയങ്കര കുറ്റബോധം ഉണ്ടാവും, പറഞ്ഞാൽ ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. ഇനി കുറ്റബോധം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇടയ്ക്കില്ലടല്ല നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി എന്താണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളങ്ങോട്ട് സൂക്ഷിച്ച് ഇരുന്നൊക്കെ ചെയ്യുക. മനസ്സിലായി? അതേ പറയാനുള്ള ഇല്ലാടല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ സഞ്ജു ടെക്കിൽ ഇനിയിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടില്ല. അന്നൊരു വീഡിയോ ഇട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ, ലൈസൻസ് കട്ടായിട്ട് പറഞ്ഞിട്ട് ആൾ പിന്നെ എന്തും കണ്ടന്റ് ഇല്ലാടല്ലേ. എന്തും കണ്ടന്റ് പറഞ്ഞാൽ എന്തും കണ്ടന്റ്. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ നോക്കും അതും കണ്ടന്റ് ആക്കും, ഇത് ചെയ്യാൻ നോക്കും ഇതും കണ്ടന്റ് ആക്കും. അതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇല്ലാതെ. നമ്മൾ അങ്ങനെ ആയിരിക്കണം. എന്തിനും നമ്മൾ പൈസ കാണണം. ഇപ്പോൾ സഞ്ജു ടെക്ക് എന്താണ് എന്തിനും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി, കാറിൽ അതുണ്ടാക്കി ഇതുണ്ടാക്കി. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലൈസൻസ് പോയി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടല്ലേ. എന്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും പറഞ്ഞിട്ടില്ല. കർമ്മ ഈസ് എ ബൂമറാങ്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളത് നല്ലത് കൊടുത്താൽ നല്ലത് തിരിച്ചു കിട്ടും. അതിനിപ്പോൾ മോശമായിട്ട് സംഭവങ്ങൾ കൊടുത്താൽ മോശം തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല കേട്ടല്ലേ. ഇനിയും നമ്മൾ കാണാൻ കിടക്കാനുള്ളൂ സഞ്ജു ടെക്കിയുടെ ഇതുപോലത്തെ വീഡിയോസ്. അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് എന്തായാലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പിന്നെ അട്ടപ്പെട്ടെല്ലാം മൂഞ്ചും. സഞ്ജു കേരളത്തിൽ നിന്ന് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ആ ഒരു ലെവലിലേക്ക് ആക്കും. എന്താ വെച്ചാൽ നമ്മുടെ നിയമം അങ്ങനെയാണ് ഇല്ലല്ലോ. മനസ്സിലായില്ലേ? പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിയമലംഘനം തന്നെയാണ്. കാറിൽ സ്വിമ്മിംഗ് പൂൾ ആക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല കാശിൻ്റെ കഴപ്പ് അല്ലാതെ ഒന്നുമല്ല. സത്യം പറയല്ലോ. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ നമുക്കും പറയാൻ കേട്ടത്. ചെയ്യാതിരുന്ന അത്രയും നല്ലത്. എന്തായാലും സഞ്ജു ടെക്കിയുടെ 9 വീഡിയോസ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനിയും അങ്ങനത്തെ വീഡിയോസ് ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആകും, അല്ലെങ്കിൽ ചാനൽ ബാൻ ആകും. സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് 100% ഉണ്ട്. അപ്പോൾ അതേ പറയാനുള്ള ഇനിയിപ്പോൾ അടുത്ത വീഡിയോസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ചാനലിട്ട് പെട്ടയ്ക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ.